10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. UDF അത്യുജ്വലമായ വിജയം നേടിയിരിക്കുകയാണ്. UDFന്റെ ഈ തിളങ്ങുന്ന വിജയം മുനമ്പംകാരിൽ വലിയ ആഹ്ലാദമാണ് ഉളവാക്കിയിരിക്കുന്നത്. കാരണം മുനമ്പം ഭൂമി വഖഫല്ല എന്ന് അസന്നിഗ്ധമായി പലവരും പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വിജയം UDF കൈക്കലാക്കിയിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ട്, സർക്കാർ മനസ്സ് വെച്ചാൽ എന്ന് കൃത്യമായി പറഞ്ഞത് ശ്രീ VD സതീശൻ. അതിനുള്ള കാര്യകാരണ സഹിതമാണ് അദ്ദേഹം അത് മുഖ്യധാരാ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എറണാകുളം DCC പ്രസിഡൻ്റായിരിക്കുന്ന കൊച്ചിയിലെ സ്ഥാനാർത്ഥിയുമായിരിക്കുന്ന ശ്രീ മുഹമ്മദ് ഷിയാസ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത് UDF മാത്രമാണ്. ഇതാ സുവർണ അവസരം വന്നിരിക്കുകയാണ്. ആദ്യത്തെ നിങ്ങളുടെ UDF സർക്കാരിൻ്റെ ആദ്യത്തെ 10 മിനിറ്റുകൾ മുനമ്പത്തിനു വേണ്ടി മാറ്റിവയ്ക്കുക. റവന്യൂ വകുപ്പ് ചെയ്ത വലിയൊരു അപരാധം വഖഫ് ബോർഡിൻ്റെ അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങളെ ഏറ്റെടുത്ത് 610 കുടുംബങ്ങളെ കഴിഞ്ഞ 5 വർഷങ്ങളായി റവന്യൂ തടങ്കിലാക്കിയിരിക്കുന്ന വലിയ അബദ്ധം. അത് ഉടൻ തന്നെ UDF സർക്കാർ പിൻവലിക്കുക. 10 മിനിറ്റ് ദയവ് ചെയ്ത് 10 മിനിറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഉപയോഗിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ VD സതീശൻ്റെ വിവിധങ്ങളായ പ്രസ്താവനകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. 2 സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ നിലപാടെന്താ? മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ നിലപാട്. അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാ. അതിന്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. സംസ്ഥാന ഗവൺമെന്റിന് കഴിയും.